ഓക്കെ. ഏയ് ജോസഫ് അല്ല അത്. എന്നിട്ട് പപ്പന് കളിക്കേ ഈ ഐ നല്ല പത്രാസിലെ ചിരി. നീ വലിയ ഗൾഫുകാരായിട്ട് ഞങ്ങൾക്കൊന്നും പോകുന്നില്ല. ഞങ്ങളോട് കുപ്പൊക്കെ തെറ്റി ഇരിക്കണേ. എവിടെ സാധനം ഇവിടെ രാത്രി വീട്ടിലേക്ക് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് മറന്നോട്ടാ. ഷോ നോക്ക്. നശിച്ച നാട്. ഞാനും ചേട്ടനെ പോലെ പുറത്തേക്ക് പോയനെ. നമ്മുടെ നാടിന് ഇപ്പൊ എന്താണ് പ്രശ്നം? നമ്മുടെ ഈ നാട്ടില് പച്ചപ്പും കളിസ്ഥലങ്ങളും മഴയും ഇതൊക്കെ വേറൊരു ലെവല. അതൊന്നും അവിടെ കിട്ടില്ല എന്റെ മോനെ. പാടം പറ്റുള്ളൂ. എടാ പണ്ടത്തെ പോലെ നല്ല ഇപ്പൊ ഇവന്മാരെ കണ്ടില്ലേ? ഷൂമ് ചെളിയായി ഈ അംഗം കാണിച്ചത് കണ്ടില്ലേ? നമ്മളൊക്കെ എങ്ങനെയാ പണ്ട് കളിക്കാൻ പോയി കഴിഞ്ഞാ വീട്ടിലെത്തുമ്പോ അമ്മ ചോദിക്കും താനേതാ തിരുപ്പേതാണ് എനിക്കറിയോ. ഇപ്പൊ തളിയില്ല, ഒരു പാടവും ഇല്ലേ. അയ്യോ മഴ. ഇതിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞേട്ടാ നശിച്ച നാട്. ആവശ്യത്തിന് ഇറങ്ങിയപ്പോഴും മഴ. ഇവിടെ ഇരിക്കാനും പറ്റില്ല. പറഞ്ഞേ നാട്ടിലൊക്കെ പിടിക്കുമ്പോ എടാ നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ എളുപ്പമൊന്നല്ല. ഇതിന് നല്ല ഫണ്ടൊക്കെ വേണം. അല്ല പോവാൻ പൈസ ചെലവാക്കിണ്ട്. പക്ഷെ നിനക്കറിയാലോ എന്റെ അപ്പ സാധാരണ ഒരു കൃഷിക്കാരനായിരുന്നു. പക്ഷെ ആളെ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു. ഇവന്റെ അപ്പനെ ഉപകാരം. എടാ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കില്ലേ, സ്റ്റേറ്റ് ബാങ്കിന്റെ SBI ലൈഫ് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. സ്മാർട്ട് പ്ലാറ്റിന യങ് സ്കീം എന്നാണ് അതിന് പറയാ. അല്ലടാ നിനക്ക് പോകാൻ 10-25 ലക്ഷം രൂപ ചെലവായില്ലേ? ഒരു ഇൻഷുറൻസ് ഇത്ര പൈസ കിട്ടും? എടാ ഇതിന് പല സ്കീം ഉണ്ട്. എന്റെ അപ്പ സ്റ്റാർട്ട് ചെയ്തത് 1 ലക്ഷം വെച്ചിട്ട് 10 വർഷത്തേക്കുള്ള സ്കീമാ. അതാവുമ്പോ 10-25 ലക്ഷം രൂപ അടുത്ത് കിട്ടി. നിനക്ക് ഇനിയിപ്പോ 1 ലക്ഷം തയ്ച്ചെടുക്കാല്ലേ? 40,000-40,000 രൂപ സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ലാഭമാണല്ലോ. അല്ലടാ അപ്പൊ ഇത് മുഴുവൻ അടയ്ക്കാൻ പറ്റിയില്ലല്ലോ. ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു കൊച്ചു ജനിച്ച 1 മാസം കഴിഞ്ഞ് നമുക്ക് ഈ പ്ലാൻ സ്റ്റാർട്ട് ആക്കാൻ പറ്റും. പിന്നെ ആ കൊച്ചിന് 15 വയസ്സ് 25 വയസ്സാകുമ്പോ ആ പ്ലാൻ വിത്ഡ്രോ ചെയ്യാൻ പറ്റും. എന്റെ അപ്പ അങ്ങനെയല്ല, എനിക്ക് പുറത്തേക്കുള്ള പൈസ ഉണ്ടാക്കിയെന്നേ. ഇതൊക്കെ എന്റെ അപ്പം എന്നെ രക്ഷപ്പെട്ട. അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത മഴ വരുമ്പോഴേക്കും വീട്ടിൽ കയറും. ഈ സാധനം വൈകുന്നേരം സെറ്റ് ചെയ്ത ഇന്നിപ്പോ ഇവനെ തല വെച്ച